ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് അവരുടെ IPO അനൗൺസ് ചെയ്തിട്ടുണ്ട്. മൈനിങ് ആൻഡ് മിനറൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. നമ്മൾ കമ്പനിയെ കുറിച്ച് നോക്കുവാണെങ്കിൽ കോക്കിംഗ് കോൾ അതായത് കോക്കിംഗ് കൽക്കരി നിർമ്മിക്കുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് കമ്പനിയാണ് BCCL. 2025 കണക്ക് നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് ആവശ്യമായ 58.5% കോക്കിംഗ് കോളും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന BCCL ആണ്. ഈ കോക്കിംഗ് കോൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റീൽ നിർമ്മാണത്തിന് വേണ്ടിയാണ്. IPO ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് 1071 കോടിയാണ്. IPO ടൈപ്പ് വരുന്നത് മെയിൻ ബോർഡാണ്. അതായത് കമ്പനി ഒരു ലാർജ് സ്കെയിൽ കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 17,711 കോടിയാണ്. പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ 21 തൊട്ട് 23 രൂപ വരെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. റവന്യൂ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ റവന്യൂ എന്ന് പറഞ്ഞത് 13,802 കോടിയാണ്. ലോട്ട് സൈസ് നോക്കുവാണെങ്കിൽ 600 ഷെയർസ് ആണ് വരുന്നത്. കമ്പനിയുടെ 3 വർഷത്തെ CAGR ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ 4.56%. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 12,600 രൂപയാണ്. IPO ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞത് ജാനുവരി 9-നാണ്. IPO ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞത് ജാനുവരി 13-നാണ്. അലോട്ട്മെന്റ് ഫൈനലൈസേഷൻ ഡേറ്റ് വരുന്നത് ജാനുവരി 14-നാണ്. അതായത് IPO ഇഷ്യൂ ചെയ്തിട്ട് ആർക്കൊക്കെയാണ് ഷെയർ ലഭിച്ചതെന്ന് കമ്പനി ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് ആണ് ജാനുവരി 14. അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ ഡേറ്റ് വരുന്നത് ജാനുവരി 15-നാണ്. അതുപോലെ തന്നെ കമ്പനി ഷെയർസ് NSE-ലും BSE-ലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞത് ജാനുവരി 16-ആണ്. നമുക്ക് കമ്പനിയുടെ 3 വർഷത്തെ പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് 3 വർഷത്തെ റവന്യൂ ഒന്ന് കാണാം. ഫിനാൻഷ്യൽ ഇയർ 2023 റവന്യൂ എന്ന് പറയുന്നത് 12,624 കോടിയായിരുന്നു. അത് ഫിനാൻഷ്യൽ ഇയർ 2024 ആയപ്പോഴത്തേനും 14,245 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ 2025 ഫിനാൻഷ്യൽ ഇയറിൽ എത്രയായിരുന്നു കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 13,802 ആണ്. ആദ്യത്തെ 2023-2024 വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും 2025 ആയപ്പോഴത്തേനും റവന്യൂ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ EBITDA നോക്കുവാണ്. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ 2023 ഫിനാൻഷ്യൽ ഇയറിൽ എത്രയായിരുന്നു? 891 കോടിയായിരുന്നു. അത് 2024 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോഴത്തേക്കും 2,493 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2025 വർഷം ഫിനാൻഷ്യൽ ഇയറിലോ 2,356 ആയിട്ട് 2024 കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പാറ്റ് നോക്കുവാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ 2023 ഫിനാൻഷ്യൽ ഇയർ 6,604 കോടിയായിരുന്നു. അത് 2024 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോഴത്തേനും 1,564 കോടിയായിട്ട് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2025 ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോഴത്തേനും അതൊരു 1,240 കോടിയായിട്ട് നമുക്ക് കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ അസറ്റ് നോക്കുവാണെങ്കിൽ 2023 ഫിനാൻഷ്യൽ ഇയറിൽ 13,312 കോടിയായിരുന്നു കമ്പനിയുടെ അസറ്റ്. അത് 2024 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോഴത്തേക്കും 14,727 കോടിയായിട്ട് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2025 വന്ന് നിൽക്കുമ്പോഴോ 17,283 കോടിയായിട്ട് കമ്പനിയുടെ അസറ്റ് കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കമ്പനിയുടെ പെർഫോമൻസ് നമ്മൾ ഓവറോൾ ഒന്ന് നോക്കുവാണെങ്കിൽ റവന്യൂ, എബിറ്റയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും ആദ്യത്തെ 2 വർഷം അതായത് 2023-2024 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറയുവാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അസറ്റിൽ മാത്രം നമുക്കൊരു ഗ്രോത്ത് 3 വർഷവും നല്ല രീതിയിലൊരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. കമ്പനി സെയിം സെക്ടറിലുള്ള കമ്പനിയായിട്ടും സെക്ടറൽ ആവറേജുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അത് നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് നോക്കാം. BCCLന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 10,711 കോടിയാണ്. സെക്ടറൽ ആവറേജ് എത്രയാണ് വരുന്നത്? 21,125 കോടിയാണ്. കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെയോ 2,63,425 കോടിയാണ്. NMDC ലിമിറ്റഡിന്റെയോ 73,772 കോടിയാണ്. KOCL ലിമിറ്റഡിന്റെയോ 23,486 കോടിയാണ് വരുന്നത്. ഇപ്പൊ സെക്ടറൽ ആവറേജിനേക്കാൾ നല്ല രീതിയിൽ കുറവാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്, BCCL കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത്. അതുപോലെ ഈ 3 കമ്പനികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഈ 3 കമ്പനികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പനി ഒരു സ്മോൾ സ്കെയിൽ കമ്പനിയാണ്. കമ്പനി ഓൾറെഡി ഒരു ലാർജ് സ്കെയിൽ കമ്പനിയാണ്, നമ്മൾ കണ്ടതാണ്. അതുപോലെ നമ്മൾ ഈ റവന്യൂ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ BCCL കമ്പനിയുടെ റവന്യൂ എത്രയാണ്? 13,802 കോടിയാണ്. സെക്ടറൽ ആവറേജ് എത്രയാണ് വരുന്നത്? 6,992 കോടിയാണ്. കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ റവന്യൂ എത്രയാണ്? 1,43,368 കോടിയാണ്. NMDC ലിമിറ്റഡിന്റെ 23,905 കോടിയാണ്. KOCL ലിമിറ്റഡിന്റെ എത്രയാണ്? 590 കോടിയാണ് വരുന്നത്. ഇപ്പൊ സെക്ടറൽ ആവറേജ് വെച്ച് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് റവന്യൂ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പാറ്റ് നോക്കുവാണെങ്കിൽ കമ്പനിയുടെ BCCL കമ്പനിയുടെ പാറ്റ് എന്ന് പറയുന്നത് 1,240 കോടിയാണ്. സെക്ടറൽ ആവറേജ് എത്രയാണ് വരുന്നത്? 1,665 കോടിയാണ്. കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ എത്രയാണ്? 35,302 കോടിയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്
പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത്. അതുപോലെ NMDC ലിമിറ്റഡിന്റെ നോക്കുകയാണെങ്കിൽ 6539 കോടിയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത്. അതുപോലെ KOCL ലിമിറ്റഡിന്റെയോ 204 കോടിയാണ് പാറ്റ് വരുന്നത്. അപ്പം സെക്ടറൽ ആവറേജിനേക്കാളും കമ്പനിക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കുറവാണ്. അതിലെ കമ്പനി കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും നമ്മൾ കമ്പാരിസൺ എടുത്തേക്കുന്ന കമ്പനിയെ കമ്പയർ നോക്കുമ്പോഴത്തേനും കമ്പനിക്ക് പാറ്റ് കുറവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് ഓൾറെഡി കണ്ടതാണ്. നമുക്ക് ഇനി PE റേഷ്യോ കണ്ടു നോക്കാം. കമ്പനിയുടെ PE റേഷ്യോ എത്രയാണ് വരുന്നത്? 8.65 ആണ് വരുന്നത്. സെക്ടറൽ ആവറേജ് ആണ് 117.63 ആണ്. കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെയോ 8.44 ആണ് വരുന്നത്. NMDC ലിമിറ്റഡിന്റെയോ 10.5 ആണ് വരുന്നത്. KOCL ലിമിറ്റഡിന് PE റേഷ്യോ 0 ആണ് വരുന്നത്. നമുക്ക് സെക്ടറൽ ആവറേജിനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ കുറവാണ് BCCL കമ്പനിയുടെ PE റേഷ്യോ വരുന്നത്. അപ്പം PE റേഷ്യോ കുറഞ്ഞിരിക്കുകയാണ്, നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് കമ്പനിയുടെ ഷെയർ മേടിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ 3 കമ്പനിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും BCCL കമ്പനിക്ക് PE റേഷ്യോ കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ കമ്പനി ഒരു മൈനിങ് ആൻഡ് മിനറൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ഇന്ത്യയിൽ കോക്കിംഗ് കോൾ നിർമ്മിക്കുന്ന കമ്പനികൾ വൺ ഓഫ് ദ ലാർജസ്റ്റ് കമ്പനിയാണ് BCCL. BCCL 3 വർഷത്തെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ റവന്യൂ, എബിറ്റയും പാറ്റും 2023-2024 വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2025 കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അസറ്റ് നോക്കുവാണെങ്കിൽ 3 വർഷവും കൂടി വരുന്ന ഒരു ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്.